എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സദ്യ സ്റ്റൈലിലുള്ളൊരു വെള്ളരിക്ക പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ ഒരു പകുതി നാടൻ വെള്ളരിക്ക തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തു. വെള്ളരിക്കയ്ക്ക് പകരം നിങ്ങൾക്ക് കുമ്പളങ്ങ, അതുപോലെ തന്നെ ഏത്തപ്പഴം, പൈനാപ്പിൾ ഒക്കെ എടുക്കാവുന്നതാണ്. ഏത് വെച്ച് വേണമെങ്കിലും പുളിശ്ശേരി ചെയ്യാം. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചട്ടിയിൽ കിടന്ന് പതുക്കെ ഇത് വെന്ത് വരുമ്പോഴാണ് പുളിശ്ശേരിക്ക് നല്ല രുചി ഉണ്ടാകുന്നത്. പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുന്നതിനെക്കാട്ടിലും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരമുറി തേങ്ങ ചിരകിയതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 അല്ലി ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിരിക്കുന്ന അരപ്പാണ്. അത് നമ്മൾ ഈ വെള്ളരിക്ക വെന്തയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. അതിന് വേണ്ടിയിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അരപ്പിൻ്റെ പച്ചമണം മാറും. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 250 മില്ലിയുടെ 1 കപ്പിൽ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടകളുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കറി അവിടെ ഇവിടെ ആയിട്ട് പിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട്, എന്നാൽ കറി ഒന്ന് ചൂടാകുകയും വേണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുകൊന്ന് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. 1/4 ടീസ്പൂൺ ഉലുവ, 3 അല്ലി ചുവന്നുള്ളിയാണ് വളരെ കനം കുറച്ച് അരിഞ്ഞത്, വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി നിങ്ങൾ ഒരുപാട് നാളൊക്കെ, അതായത് ഒരാഴ്ചയൊക്കെ നമ്മൾ ഈ പുളിശ്ശേരി വെക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ഈ താളിച്ചതിലേക്ക് ചേർക്കുന്നുണ്ട്. പുളിശ്ശേരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ താളിച്ചത് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ വേവിക്കുമ്പോൾ ചേർത്താണ് ഉപ്പ്. പിന്നീട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല കുറുകിയ വളരെ രുചികരമായിട്ടുള്ളൊരു പുളിശ്ശേരിയാണ് സദ്യ സ്റ്റൈലുള്ളത്. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്ന നാടൻ മോര് കറിയുടെ റെസിപ്പി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അത് കൂടെ ഒന്ന് കാണണം. നല്ല ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മൾ ഈ ലഞ്ചിൽ സെർവ് ചെയ്തിരിക്കുന്ന പുളിശ്ശേരി മുരിങ്ങയില വെച്ചിട്ടുള്ള അവിയലും പിന്നെ ഒരു വറുത്തരച്ച ഞണ്ട് കറിയാണ്. വറുത്തരച്ച ഞണ്ട് കറിയുടെ റെസിപ്പി നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്